ജനങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പോയിട്ട് വീണ്ടും പഴയ സാധനങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് അതിനുള്ള സാധനങ്ങൾ വരണം എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച്. പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു തരത്തിൽ മറികടക്കാൻ പറ്റും, ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ പ്രൊഡ്യൂസേഴ്സിന് നമുക്കിത് പറയാനും തേടാനേ പറ്റുള്ളൂ. ഈ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഓരോ സിനിമയും ഒരു കലാകാരനെ സംബന്ധിച്ച് എല്ലാ ജോണറും കൂടി പോകാൻ പറ്റുക എന്ന് പറഞ്ഞാണ് വലിയ ഭാഗ്യം. ഞാൻ മിക്ക ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട്, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ പോലെ ഒരു നല്ല സംവിധായകന് അവൻ വരയ്ക്കുന്നൊരു സ്കെച്ച് ചെയ്യുക എന്ന് പറയില്ലേ, അതിനനുസരിച്ച് നമ്മൾ മാറുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലെ ആവുക. നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ പാത്രത്തിന്റെ ഷേപ്പിലാവുക, ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഗ്ലാസ് പോലെ ആവുക എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞ ഒരു റിയൽ ആക്ടർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. അപ്പൊ ഈ എന്തിലേക്ക് ഒഴിക്കുന്നു, ആരൊഴിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് വിഷയം. തീർച്ചയായിട്ടും നമ്മൾ വലിയ ആർട്ടിസ്റ്റാണ്, ഏതൊരു കലാകാരനാണ് ഞാൻ വലിയ ആക്ടറാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് തോന്നിയാസം കാണിച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലേ? ഇപ്പൊ റീൽസ് ആണെങ്കിൽ ഡാൻസ് ചെയ്തതിന് ഒരു ലിമിറ്റിൽ കൂടി ഒരു ഇത്ര സെക്കൻഡ്സ് എന്ന് പറയുന്ന സാധനം ഒരു സാധനം ചെയ്തു വിടാം. പക്ഷെ അതൊരു 2.5 മണിക്കൂർ സാധനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പണിയാണ്. തീർച്ചയായിട്ടും. ഈ കൗണ്ടർ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് ജഗതി ചേട്ടനുമായിട്ട് അനുരാഗ് കൊട്ടാരം വിനയ് സാറിൻ്റെ പടമായിരുന്നു. അതിനകത്ത് ഒരു സീനിൽ ഇത് പുള്ളിയെ കണ്ടുപിടിക്കുമ്പോൾ നീങ്ക യാരടാന്ന് ചോദിക്കുമ്പോൾ ഉന്നട അപ്പ നീങ്ക ഇത്ര എங்கே പോയിരുന്നപ്പ എന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ അമ്മയോടൊപ്പം വിളയാടിരിക്കും, നന്നായി വിളയാടിയച്ചാ എന്ന് ചോദിക്കുന്നൊരു സാധനമുണ്ട്. അവസാനം ചോദിക്കും നീ മലയാളി അല്ലടാന്ന് ചോദിക്കുമ്പോൾ പറയും പേര് ശോഭരാജ്, സ്ഥലം കളിയിക്കാവിള. കൗണ്ടർ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. ജഗതി ചേട്ടനെ ഓർക്കുമ്പോൾ വലിയ നഷ്ടമാണ്, സങ്കടമാണ്. കാരണം ലെജൻസ് എന്ന് പറഞ്ഞ ആൾക്കാരിൽ എടുത്ത് പറയുന്ന മലയാള സിനിമയിലെ ഒരാളാണ് അമ്പിളിച്ചേട്ടൻ, ജഗതി ശ്രീകുമാർ. എനിക്ക് ഒരുപാട് ഹിറ്റ് സിനിമകളിൽ അദ്ദേഹത്തോടുകൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരുപാട് ആരാധിച്ച സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഇപ്പം കൂടെയും ആ ഒരു ഫാമിലി റിലേഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ് അമ്പിളിച്ചേട്ടൻ. അദ്ദേഹത്തിന് ഇപ്പം ഇങ്ങനെ നമുക്കത് ആർക്കും, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, സിനിമാ കുടുംബത്തിന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണത്. വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച നിമിഷം നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും ആ ലൊക്കേഷനും അന്ന് തമാശകൾ പറയുന്നതും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട്, നമ്മളല്ലാത്ത സദസ്സുകളിലൊക്കെ അമ്പിളിച്ചേട്ടനാണെങ്കിലും ഇന്നസെന്റാണെങ്കിലും പറഞ്ഞ തമാശകൾ അവരുടെ പേര് പറഞ്ഞ് കോട്ട് ചെയ്ത് നമ്മൾ ഇപ്പോഴും പൊട്ടിച്ചിരിക്കാറുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരൊക്കെ. അതിൽ അമ്പിളിച്ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര കർക്കശമാണ്. അത് നമുക്കെല്ലാം ടെൻഷൻ. അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ദൈവമേ ഒന്നും തെറ്റല്ലേ എന്നുള്ളൊരു ഭയങ്കര ഒരു പേടിയിലാണ് നമ്മളിങ്ങനെ നിൽക്കണേ. തെറ്റരുത്, അത് കഴിഞ്ഞ് ഷോട്ട് കഴിഞ്ഞ പുള്ളിയുടെ ഒരു അപ്പോഴാണ് നമ്മൾ കാരണം പുള്ളി നമ്മുടെ ടൈമിങ് കറക്റ്റായിട്ട് നോക്കും. അതിട്ട് പുള്ളി കാരണം പുള്ളി 100% ഓടിക്കൊണ്ടിരിക്കുക. ആ പുള്ളി ഓടുന്നതിനൊപ്പം ആർട്ടിസ്റ്റ് ഓടാൻ പുള്ളി അതിനും മാക്സിമം റിഹേഴ്സലിനും പുള്ളി തയ്യാറാണ്. ടേക്കില്ലെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ്. ഞാൻ അദ്ദേഹത്തിനോട് അഭിനയിക്കുമ്പോൾ ഒരുപാട് സിനിമയിൽ പല ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ചിരിച്ചു കൂപ്പാടാക്കിയിട്ടുണ്ട്. ചിരിച്ചിട്ട് ചിരിക്കാത്ത മാതിരിയൊക്കെ നിന്നൊക്കെ അഭിനയിച്ചിട്ട്. അതിൽ ഉദയപുര സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോഴല്ലേ ഗ്രാഫിക്സ് ഒക്കെ വന്നിരിക്കുന്നത്, ആ സമയത്ത് അതിനകത്തൊരു തേങ്ങ വെച്ചൊരു കളിയുണ്ട്. അങ്ങോട്ട് ഓടുന്നു, ഇത് ചുറ്റും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. അതൊന്നും ഒരു ഗ്രാഫിക്സ് റിയലാണ്, തേങ്ങയ്ക്ക് കയറൊക്കെ മനസ്സിലായില്ലേ? അയ്യോ അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ചിരിച്ച സീക്വൻസ് ഓരോ സിനിമയിലുണ്ട്. എത്ര കഥാപാത്രങ്ങളാണ് അമ്പിളിച്ചേട്ടൻ ഒരുമിച്ച് ചെയ്തത്. രാമലീല ഹിറ്റാവുന്ന സമയത്ത് ഒരു ക്രൈസിസ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ആ രാമലീല ഒരു പക്ഷേ ഒരു ആശ്വാസമാണ്, അതിൻ്റെ വിജയം എന്ന് പറയുന്ന ഒരു ആശ്വാസമായി മാറിയിട്ടുണ്ട്. രാമലീലയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകൾ നമ്മളെ കൊലവിളിച്ചിട്ടേക്കാണ്. തീർന്നു എന്ന് പറയുന്നൊരു സ്ഥലത്ത് അടച്ചുപൂട്ടി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ സിനിമ കാണാൻ വരികയും ആ സിനിമയാണ് എൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന്.
എനിക്കിവിടുത്തെ പ്രേക്ഷകർ തന്ന രണ്ടാം ജന്മമാണ്. ആ സിനിമയ്ക്ക് അന്ന് ആരും വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് പോലെ ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് എൻ്റെ ഓഡിയൻസിനോട് തന്നെയാണ്, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോടാണ്. എൻ്റെ സിനിമയെ ഞാൻ അഭിനയിച്ച സിനിമകളിലൂടെ ആ കഥാപാത്രങ്ങളിലൂടെ എന്നെ സ്നേഹിച്ച ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ അന്നത്തെ ആ ഒരു സപ്പോർട്ടൊക്കെ തന്നെയാണ് പിന്നീട് എനിക്ക് സിനിമ ചെയ്യാനും ഒക്കെ ഉണ്ടായത്. നമ്മൾ തീർന്നു അല്ലെങ്കിൽ വീണുപോയി വീഴ്ത്തി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, നമ്മൾ എന്താണ് സംഭവിക്കണമെന്ന് പോലും നമുക്കൊരു പിടിയില്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതിന് ഓക്സിജൻ ഒന്നും അല്ല പറയണേ. ഞങ്ങളുടെ കുടുംബം, എൻ്റെ മക്കൾ എല്ലാം അത്രയും കടപ്പാട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട്. എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളുടെ പ്രാർത്ഥന, അതുപോലെ എന്നെ സ്നേഹിച്ച ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കമ്മിറ്റഡും കടപ്പാടും നന്ദിയും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് തന്നെയാണ്. എൻ്റെ മിടുക്കൊണ്ട് മാത്രമല്ല, എന്നെ വളർത്തിയത് ഞാൻ മിമിക്രി ചെയ്ത് വന്നൊരു സാധാരണ കലാകാരൻ. എനിക്കിവിടെ സിനിമ ചെയ്യാനുണ്ടാക്കിയ ആ സമയത്ത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയതുകൊണ്ട് അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെ സപ്പോർട്ടും, എൻ്റെ സിനിമകൾ ഞാൻ അത്യാവശ്യം തമാശ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ വെച്ച് ചെറിയ ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ തയ്യാറായ നിർമ്മാതാക്കൾ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ടിലൂടെ വന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്നോടൊപ്പം തന്നെ വളർന്ന എനിക്ക് ആ സമയത്ത് കിട്ടിയ കുറേ കൂട്ടുകാർ, അവരെല്ലാം മലയാള സിനിമ വലിയ വലിയ തിരക്കഥാകൃത്തുക്കളും പിന്നീട് വലിയ സംവിധായകരൊക്കെ ആയി മാറി. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. മനസ്സിലായില്ലേ? ഞാനെല്ലാവരോടും സ്നേഹത്തോടെ, പക്ഷേ നമ്മുടെ വളർച്ച നമ്മൾ ശ്രദ്ധിച്ചില്ല. നമുക്കറിയില്ലല്ലോ നമ്മൾ വളരുന്നുണ്ടെന്ന്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായം തുടങ്ങി നമ്മളല്ലല്ലോ നമ്മുടെ വളർച്ച കാണും, വേറെ ആൾക്കാർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളല്ലേ വളർച്ച, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അളവിലേക്കൊക്കെ ഇത് എത്തുന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കുന്നില്ല. ഈ കോമിക്കോളയും സിനിമയിലേക്ക് ചെയ്തിരുന്ന ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ എന്തുകൊണ്ട് ഈ സിനിമ കാണണമെന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഇത് മനുഷ്യരുടെ കഥയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള സിനിമകൾ മനുഷ്യരുടേതല്ല എന്നല്ല, ഇത് നമ്മുടെ മുമ്പിലുണ്ടായൊരു സംഭവത്തെ ബേസ് ചെയ്തുണ്ടായിരിക്കുന്നതാണ്. ഇത് റിയൽ സ്റ്റോറി അല്ല, റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുണ്ടായിരിക്കുന്ന ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൽ ഫിക്ഷൻ ആഡഡ് ആണ്, കാരണം ഇല്ലെങ്കിൽ ഇതിൽ ഡോക്യുമെൻ്ററി ഫീലായി. അപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ ആ നാടിനോടുള്ളൊരു സംവിധായകൻ്റെ എന്താ പറയുക, ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ ഒരു കലാരൂപമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അമ്പിളിച്ചേട്ടനെ ഇന്നസെൻ്റേട്ടനെയൊക്കെ ബഹുമാനിക്കുകയും അവരിലൂടെ ജനങ്ങളുടെ മുമ്പിൽ, കാരണം അവരെ ഇമിറ്റേറ്റ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഒരു വിഷമവും വിചാരിക്കണില്ല. കാരണം എനിക്ക് അത്ര എൻ്റെ രക്തത്തിൽ അലിഞ്ഞ പോലത്തെ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരെ സ്നേഹത്തോടെ തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് ആണ് ഞാൻ ഈ സിനിമ ജനങ്ങൾ കാണണം. കാരണം ഇത് ഒരു അവകാശവാദങ്ങളും ഈ സിനിമയെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളിത് കാണും, എന്നിട്ട് തീരുമാനിക്കും നിങ്ങൾക്ക് തങ്കമണീനെ ഇഷ്ടമായോ ഇല്ലയോ. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ സ്വീകരിക്കപ്പെടട്ടെ. ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന് മകളെ എന്നെ വിളിച്ചിട്ട് ദിലീപേട്ടൻ അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞിരുന്നു. അവൾക്ക് 10 വയസ്സാണ്. ദിലീപേട്ടൻ ചെയ്ത കുറേ സിനിമകളാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അതേപോലുള്ള സിനിമകൾ ഈ കുട്ടികളെ കൂടെ ചിരിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CD മൂസയൊക്കെ നമ്മൾ 2ാം ഭാഗം വരുമെന്നൊക്കെ ചോദിക്കില്ലേ, അതേപോലെ അടുത്ത പ്രൊജക്റ്റുകളിൽ അങ്ങനെയും കൂടെ ഒരു വിഷനും കൂടെ വെച്ചിട്ടുണ്ടോ എന്ന് കൂടെ പറഞ്ഞു. ഇല്ല, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമ പവി കെയർടേക്കറാണ്. അത് എല്ലാത്തര കുട്ടികളടക്കം ഉള്ള ആൾക്കാർക്ക് ഇഷ്ടമാകാവുന്ന സംഭവങ്ങളൊക്കെ ഉള്ള സിനിമ തന്നെയാണ്. അതുപോലെ അത് കഴിഞ്ഞ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് വേണ്ടി ഈ സിനിമ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുക. തീർച്ചയായും. കാരണം ഇനി ഈ സിനിമയൊക്കെ ഓടിയാലേ എനിക്ക് ഇനിയും നിർമ്മാതാക്കൾ വേറെ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള സിനിമകളൊക്കെ തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കാണുക, വലിയ വിജയമാക്കി തരും.